നന്ദിനിമോള് നല്ല ഉറക്കത്തില്ല. സാറ് വേണമെങ്കിൽ അകത്ത് കിടന്നുറങ്ങിക്കോളൂ. വേണ്ട വേണ്ട, ഞാനേ AC ഓഫ് ചെയ്തിട്ടിരിക്കാം. നന്ദിനിക്ക് തണുപ്പ് അധികം ശരിയാവില്ല. ആ കാര്യം നന്ദിനിമോള് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഭാഗ്യമുള്ള കുട്ടിയാ സാറേ. അതെങ്ങനെ? സാറ് മൊത്തത്തിലൊന്നും മാറിയില്ലേ? ഇപ്പം സാറ് നന്ദിനെ സ്നേഹിക്കനെ കാണുമ്പോഴേ ആർക്കും കൊതിയാവും, ആർക്കും അസൂയം തോന്നും സാറേ. അസൂയക്ക് കുറവൊന്നുമില്ല. അതെ, എന്നെ അമ്മയും സഹോദരിമാരും കാണിക്കുന്ന പോലെ. ഒരു മിനിറ്റ്. ഓ രാജുവേട്ടാ, നല്ല ഉറക്കം. മനസ്സിന്റെ സന്തോഷമല്ലേ സാറേ. നന്ദിനി മോള് പറഞ്ഞതുപോലെ സാറ് ലോകം മുഴുവനും മോളെ കൊണ്ട് കിടക്കാനൊന്നും വേണ്ട. ഇതുപോലെ ഇടയ്ക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി. പാവത്തിന് അത് മതി സാറേ. ശരി ശരി ശരി. അല്ല, അച്ഛനെന്താ പുറത്ത് തന്നെ നിൽക്കുന്നേ? നിങ്ങൾ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ശരി. ഓ, അപ്പോഴേക്കും ടെൻഷൻ തുടങ്ങി. അതല്ലേ കാര്യം അല്ലേ സ്വാമി? മക്കള് പുറത്തു പോയാ അച്ഛനമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും. അതിനിപ്പോ അവരെത്ര വളർന്നാലും. അല്ല മോളെ? എല്ലാം മംഗളായിട്ട് നടന്നില്ലേ മോളെ? ഓ, എല്ലാം നടന്നു സർ. പിന്നെ ഞാൻ സൂര്യസാറിനെ നിർത്തിക്കൊണ്ട് പറയല്ല, ഇത്രയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പടി ചവിട്ടുന്നവരൊക്കെ വളരെ കുറവാ. അച്ഛൻ കേട്ടല്ലോ, സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. ആ, ഇനി എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ. വേണമെന്ന് വിചാരിച്ച സൂര്യസ്വാമിയോളം നന്നാവാൻ വേറെ ആർക്കാ പറ്റുക? അത് കറക്റ്റാ സാറേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സൂര്യ സാറിൻ്റെ ഒരു യാത്ര പോവുക പറഞ്ഞ ഒരു അനുഗ്രഹം തന്നെ സാറേ. എന്റെ പൊന്ന് സാറേ, ഞാൻ പല തവണ പോയിട്ടുണ്ട്. പളനിയിലും പോയിട്ടുണ്ട്, ശബരിമലയ്ക്കും പോയിട്ടുണ്ട്. പക്ഷെ ഈ കൂടെ ഉള്ളവരുടെ മുട കാരണം ഇടയ്ക്ക് വെച്ച് മതിയാക്കി പോയാലോ എന്ന് ഞാൻ പല തവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ സൂര്യസാറിന്റെ കൂടെ പോകുമ്പോഴേ ഈ യാത്ര തീരല്ലേ തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ, എന്നാ പിന്നെ രാജേട്ടാ ബലമായിട്ട് പിടിച്ചോ. എല്ലാ വർഷവും സൂര്യസാറിനെ കൂട്ടി അങ്ങോട്ടേക്ക് പോയേക്കാം. അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. ശരി സാറേ. ആ, എന്തായാലും വാ. അല്ല സൂര്യ സാറേ, ഇവിടെ വെച്ചല്ല, പൂജാമുറി പോയി. ഓ, പൂജാമുറി. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹരോ, ഹരഹരോ ഹരഹരോ, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര,
ഹര ഹരോ ഹര ഹര. ഗുരുസ്വാമി ഹരോ. കുട്ടികളോട് മാല ഊരിക്കോളാൻ പറയൂ. ശരി സാറേ, ഊരിക്കോളൂ സ്വാമികളെ. ഹര ഹരോ ഹര ഹര. മുരുക, ഇവിടെ വെച്ചോളൂ, എന്നിട്ട് വിളക്കി തൊട്ട് തൊഴുതോളൂ. തൊഴുതോളൂ. ഹരഹരോ ഹരഹര. ഹര ഹരോ ഹര ഹര. ഹരഹരോ ഹരഹര. ഹര ഹരോ ഹര ഹര. ഹരഹരോ ഹരഹര. ഹര ഹരോ ഹര ഹര. ഇനി പുറത്തേക്ക് ഇറങ്ങും. ഹരഹരോ ഹരഹര. ഹരഹരോ ഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. രസ ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം സാർ. ഓ ആയിക്കോട്ടെ. ആ പിന്നെ രാജേട്ടാ, കുളിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുളിക്കണം, എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് പോകണം. ഏ? അതെ, ഇത്രയും ദൂരയാത്ര ചെയ്ത് വന്നിട്ട് താൻ ഉടനെ അടുക്കള പണിക്ക് ഇറങ്ങാൻ പോവാണോ? അതിനെന്താ സർ, നമ്മൾ നന്നായിട്ട് പോയി വന്നില്ലേ, ഇനി വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ. ഏയ് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. താൻ വന്ന് റെസ്റ്റ് എടുത്തേ. ഇന്നത്തെ ദിവസം രണ്ടുപേരും ഒന്നും ചെയ്യണ്ട. നന്ദിനി മോക്ക് ക്ഷീണമുള്ളതുകൊണ്ടാ സാറ് പറയുന്നത്. ആ അത് അനുസരിക്കുന്നതല്ലേ നല്ലത്. പോയി റെസ്റ്റ് എടുക്ക്. രാജേട്ടൻ ചുളിവിൽ രക്ഷപ്പെടാൻ നോക്കണ്ട. സ്വാമിയെ കാണാൻ പോയി വന്നതിൽ പ്രത്യേകിച്ച് ഒരു ക്ഷീണവും ഇല്ല. എടോ, അത് പിന്നെ സാർ ഇങ്ങോട്ടൊന്നും പറയണ്ട. 1-2 ദിവസം ഇവിടെ ഉള്ളവർ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചോ. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ചെല്ലു രാജേട്ടൻ. ഞാൻ ചെല്ല്. കുളിച്ചിട്ട് വരാം സാറേ.